കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ സംസ്ഥാന ബി.ജെ.പിയിൽ സംഘപരിവാർ സംഘടനകൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തള്ളുന്നു വി.എച്ച്.പി ദേശീയ നേതൃത്വം. കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ പോയത് ബി.ജെ.പിയുടെ നിലപാടല്ല എന്ന് വി.എച്ച്.പി ദേശീയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. പാർട്ടിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളിയെന്ന ഒരു വിഭാഗത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ക്രൈസ്തവ പിന്തുണ ആർജിക്കാൻ തീവ്ര നീക്കവുമായി രംഗത്തിറങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്താനാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, മാധ്യമങ്ങളിൽ വാർത്ത കാണുന്നവരാണ് വിശ്വാസികൾ, സോഷ്യൽ മീഡിയയിലടക്കം കാര്യങ്ങൾ അറിയുന്നവരാണ് വിശ്വാസികൾ. സംസ്ഥാന ബി.ജെ.പി പറയുന്നത് മാത്രമാവില്ല അവർ കാണുന്നത്. അപ്പോൾ അവർ കാണുന്നതിൽ ഈ പറയുന്ന രീതിയിൽ കന്യാസ്ത്രീകളെ അങ്ങേയറ്റം വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു പോസ്റ്റ് അവിടെ ഛത്തീസ്ഗഡ് ബി.ജെ.പിയുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. വി.എച്ച്.പി, ആർ.എസ്.എസ്, ബജ്രംഗ് ദൾ, ആർ.എസ്.എസ് ആചാര്യന്മാരൊക്കെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തനമുണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്തുണ്ട് എന്ന് പറയുന്ന വിവരങ്ങളൊക്കെ അവർക്ക് മുന്നിലുണ്ട്. എന്ത് ഔട്ട്റീച്ചാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം, അലക്സ്? ഹാഷ്മി, ബി.ജെ.പിക്ക് സത്യത്തിൽ സംഘപരിവാർ സംഘടനകളെ, ആർ.എസ്.എസും അതുപോലെ ഹിന്ദു ഐക്യവേദിയും വി.എച്ച്.പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളെ പോലും സംസ്ഥാന ബി.ജെ.പിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു പിന്നാലെയാണ് ഈ സംസ്ഥാന ബി.ജെ.പി നേരത്തെ കൈക്കൊണ്ട ക്രൈസ്തവ നയതന്ത്രം പാളി എന്ന് സംസ്ഥാന ബി.ജെ.പിയിലെ തന്നെ ഒരു വിഭാഗം ഈ നേതൃത്വത്തിനെതിരെ, രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിനെതിരെ വിമർശനവും ആരോപണവും ഉന്നയിക്കുന്നത്. അവർ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ നേതൃത്വത്തെ സമീപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ക്രൈസ്തവ സഭകളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയും ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു തിടുക്കപ്പെട്ട ഒരു ശ്രമത്തിലേക്ക് സംസ്ഥാന ബി.ജെ.പി കടക്കുന്നത്. ഇതിൽ നേരത്തെ ഒരു ക്രൈസ്തവ ഔട്ട്റീച്ച് നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് നടപ്പിലാക്കിയതാണ്. അതിന്റെ രണ്ടാം ഘട്ടം രാജീവ് ചന്ദ്രശേഖർ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവം, ഒപ്പം അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ബി.ജെ.പി കൈക്കൊണ്ട നിലപാടുകൾ, സംസ്ഥാന ബി.ജെ.പി സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും ബിഷപ്പുമാരോടും വിശദീകരിക്കുന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരിപാടി ഇന്ന് ആരംഭിക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം. അതിന് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആയിരിക്കും അതിന്റെ ചുമതല ഏറ്റെടുക്കുക. ഷോൺ ജോർജിനാണ് പാർട്ടി അതിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ജനറൽ സെക്രട്ടറി എസ് സുരേഷ്, ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ഒപ്പം ന്യൂനപക്ഷ മോർച്ച നേതാക്കളെ ജിജി ജോസഫ്, സുമിത് ജോർജ് എന്നിവർ കെ.ജി. മാരാർ ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നാണ് തീരുമാനം കൈക്കൊണ്ടത്. അതിനുശേഷം വിവിധ മോർച്ച നേതാക്കളും ന്യൂനപക്ഷ മോർച്ച നേതാക്കൾ കൂടി മതമേലധ്യക്ഷന്മാരെ കാണുന്നുണ്ട്, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ ഷോൺ ജോർജ് കാണുന്ന ബിഷപ്പുമാരുടെയൊക്കെ ഡീറ്റെയിൽ വിവരങ്ങൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. അത് ഫാദർ യൂജിൻ പെരേര, ക്ലിമിസ് ബാവ അടക്കമുള്ളവരെ ഇന്ന് ഷോൺ ജോർജ് കാണുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ശ്രമങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. ക്രൈസ്തവ സഭകളെ ഒന്നിച്ചു നിർത്താനുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും ഛത്തീസ്ഗഡ് ബി.ജെ.പിയുടെ നിലപാട് മറ്റൊന്നാണ്. സംസ്ഥാനത്ത് ബി.ജെ.പിയിലെ ഒരു വിഭാഗം ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. മാത്രമല്ല സംഘപരിവാർ പൂർണ്ണമായി ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു. പിടിച്ചതും അല്ലെങ്കിൽ ചെയ്തതുമൊന്നും ബി.ജെ.പിയുടെ കയ്യിലില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഹാഷ്മി, ഓക്കെ. അലക്സ് റാം മുഹമ്മദാണ്. അപ്പോൾ അത്തരത്തിലാണ് വസ്തുക്കൾ എന്നതിരിക്കെ ഈ പ്രസ്താവനകൾ, ഈ പറയുന്ന തീവ്ര വർഗീയ പ്രസ്താവനകൾ നിരന്തരം എന്നോണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, അതൊക്കെ വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി ഈ സഭാ നേതാക്കളെ പോയി കണ്ട് ഔട്ട്റീച്ച് നടത്തിയാലും അത് വിശ്വാസികളിലേക്ക് എത്തുമോ എന്ന കാര്യമൊക്കെ നമുക്ക് അത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.